നമസ്കാരം. ഞാൻ ഇന്നിവിടെ പഴംപൊരി എങ്ങനെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റോടെയും ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അതിനായി 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഓരോ പഴവും 2 കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിരിക്കുന്നു. മാവ് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഈ ചെറിയ ചൂടുവെള്ളം. ഈ ചൂടുവെള്ളം ഉപയോഗിച്ചാൽ മാത്രമേ പഴംപൊരിയുടെ പുറം ഭാഗം ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. മുറിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൽ നിന്നും ഓരോന്നെടുത്ത് 1/4 ഇഞ്ച് കനത്തിൽ നെടുകെ പിളർന്നെടുക്കാം. 1 നിന്ന് 3 പീസ് കിട്ടും. കനം അധികം കൂടരുത്. ഏകദേശം ഒരു 1/4 ഇഞ്ച് കനമെങ്കിലും വേണം. എല്ലാ കഷ്ണങ്ങളും നമുക്ക് മുറിച്ചു വയ്ക്കാം. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇഡലി മാവ് എടുത്തിട്ടുണ്ട്. അരച്ച ഉടനെയുള്ള മാവ് എടുക്കരുത്. ഇഡലിക്ക് എടുക്കുന്നത് പോലെ 6 മണിക്കൂറെങ്കിലും അരച്ചു വെച്ചതിന് ശേഷമേ എടുക്കാവൂ. പഞ്ചസാര 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പഴം നന്നായി പഴുത്തതായതുകൊണ്ട് അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത മുഴുവൻ ജീരകം 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ചൂടുവെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടയൊട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള കുഞ്ഞു ബെൽ ഐക്കണിലൊന്ന് ടാപ്പ് ചെയ്യണം. അതിൽ ടാപ്പ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന റെസിപ്പീസ് നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ. മാവ് റെഡി ആയിട്ടുണ്ട്. മാവ് ഒത്തിരി വെള്ളമാകാൻ പാടില്ല. ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കണം. കണ്ടോ? ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. മുറിച്ചു വച്ചിരിക്കുന്ന ഓരോ കഷ്ണം പഴമെടുത്ത് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നീക്കിക്കൊടുത്ത പാനിലെ സ്ഥലം അനുസരിച്ച് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ പഴംപൊരി ഈ രീതിയിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. മഞ്ഞൾപ്പൊടിക്ക് തന്നെ നല്ല കളറുണ്ട്. ഈ പഴംപൊരി വളരെ ടേസ്റ്റുള്ളതും നല്ല ക്രിസ്പിയുമാണ്. ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെയുണ്ട്. ഇത് ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല. നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന ബാക്കി പഴവും ഇതുപോലെ വറുത്തെടുക്കാം.
എല്ലാവരും ഇതേപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പലഹാരമാണിത്. കട്ട് ചെയ്ത് വെച്ചിരുന്ന മുഴുവൻ പഴവും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.